ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസ് വാക്വേയിലാണ്. കൊച്ചിയുടെ ഹൃദയഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കാം. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണ് എന്നൊക്കെ. ചിലപ്പോൾ പറയാറുണ്ട് നല്ലൊരു പ്രഭാതമാണ്, അല്ലെങ്കിൽ നല്ലൊരു ചായയാണ്, അല്ലെങ്കിൽ നന്നായി നടക്കുന്നതാണ് എന്നൊക്കെ. എന്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം? ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചുറ്റും കുറേ പ്രാവുകളൊക്കെ ഇവിടെ നടക്കാൻ വരുന്നവർ ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്ത് ഒരു രാവിലെ ഭയങ്കര മനോഹരമാക്കാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷത്തിലാണ്. ആളുകൾ ശരിക്കും സന്തോഷം അന്വേഷിക്കാറുണ്ട്. എന്താണ് സന്തോഷം? അത് ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതോ നമ്മൾ കണ്ടെത്തുന്നതാണോ? ഇതിനെക്കുറിച്ചാണ് ആളുകളോട് സംസാരിക്കാൻ പോകുന്നത്. ലൈഫിൽ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. പ്രായത്തിനനുസരിച്ച് ലൈഫിലൊരു ഹാപ്പിനെസ്സിൽ വ്യത്യാസം വരുന്നതായി തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തോന്നിയ കാര്യങ്ങൾ ഇപ്പം തോന്നിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഉണ്ട്. പ്രത്യേകിച്ച് താങ്കളെ പോലെ ആൾക്കാരെ കണ്ട് ഭയങ്കര സന്തോഷമാണ്. എന്ത് ചെയ്യാനാ? ഹാപ്പിനെസിന്റെ ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? അത് നമ്മൾ ലൈഫിൽ കിട്ടുന്ന സന്തോഷം, ആ സാഹചര്യങ്ങളനുസരിച്ചുള്ള സന്തോഷങ്ങൾ, പിന്നെ നമ്മൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതൊക്കെയാണല്ലോ കൂടുതൽ സന്തോഷം വരുന്നത്. ഇപ്പം ഞങ്ങളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാവരും കാലത്ത് ഇവിടെ വരിക, ചിരിക്കുക, കളിക്കുക, പറയുക, പോകുക. അതാണ് ലൈഫ്, അതാണ് സന്തോഷം. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. ഇതൊരു കുറെ നാളായിട്ടുള്ള ഒരു കൂട്ടായ്മയാണോ? തീർച്ചയായിട്ടും. ഒരു 14 വർഷമായിട്ടുണ്ട്. ഞങ്ങൾ കയറിയ ഒരു ക്ലബുണ്ട്, വാക്ക്മെൻസ്. അങ്ങനെ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും കൊടുക്കുക? അവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ജനറേഷൻ അല്ല. നമ്മൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം എതിര് പറയണ അവർക്ക് കൂടുതൽ സന്തോഷം. ആ കാര്യങ്ങൾ പഴയമാരുള്ള ഒരു ചിട്ടയില്ല ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവരും അവരുടേതായ ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് കുറച്ച് മതി, സന്തോഷം കൂടുതൽ വേണം. അതാണ് അവരുടെ പ്ലാൻ. മോളുടെ എങ്ങനെയാണ് അഭിപ്രായം? എന്നോട് ഹാപ്പിനെസ് എന്താണെന്നാണ് ചോദിച്ചത്. എല്ലാ ദിവസവും ചിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഹാപ്പിനെസ്. അത്രേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് ഹാപ്പിയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ അത് എൻ്റെ രീതിയിൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെറിയ കാര്യങ്ങൾ കണ്ടാലും അതിന് വിഷമം കൊടുക്കാൻ കഴിയില്ല. നമുക്കെന്നാ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അതെൻ്റേതായിട്ടുള്ള രീതി ചില ട്രിക്കുകളുണ്ട്. അതെല്ലാം മനുഷ്യന്മാർക്കും ഉണ്ട്, ആരും പ്രയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ട്രിക്കുകളൊന്ന് പറയാമോ? ട്രിക്കുകൾ മീൻസ് ഞാൻ എന്നെ മോഡ് ചെയ്തത് പാട്ട് പാടും, പിന്നെ സ്വയം സംസാരിക്കും. എൻ്റെ പേര് ശ്രീകല എന്നാണ്. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു പ്രയാസം പറഞ്ഞാൽ ഞാൻ ശ്രീകലയോട് ചോദിക്കും, എന്താ ശ്രീകല ഇങ്ങനെ ഇരിക്കുന്നേ, നിനക്കിങ്ങനെ മതിയോ എന്ന് സ്വയം സംസാരിക്കും. എൻ്റെ ഒരു അനുഭവം കൊണ്ട് സ്വയം നമ്മളോട് സംസാരിച്ച് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക. ഇപ്പം ഇങ്ങോട്ട് സ്കൂട്ടർ ഞാൻ അവിടെ കൊണ്ടിറക്കി, ഞാൻ സ്കൂട്ടറിനോട് പോട്ടെ ഞാൻ നടന്നിട്ട് വരട്ടെ, അതൊരു മെഷീനാണ്. പക്ഷേ അത് ഇപ്പോൾ മോൾക്കായാലും ആർക്കായാലും എല്ലാത്തിനും അത് സാധ്യമാവും. ഹാപ്പിനെസ് സ്വയം കണ്ടെത്തുക. എന്ത് കണ്ടാലും ഒരു ഇല കണ്ടാലും എന്ത് കണ്ടാലും നമുക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ കഴിയും. അതുണ്ട്, പക്ഷെ ആരെയും അത് പോവില്ല. നമ്മൾ അപ്പുറത്തുള്ളവരുടെ ഹാപ്പിനെസ് നോക്കിയാണല്ലോ ഹ്യൂമൻ മാൻ്റെ. മറ്റവനെങ്ങനെ ഹാപ്പിനെസ് കുറയ്ക്കാം, നമുക്ക് ഇങ്ങനെ കൂട്ടാം, ആണ് മെയിനായിട്ടുള്ളത്. എല്ലാത്തിനും ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് 2 ലൈൻ ആണോ? അത്യാവശ്യമായിട്ട് പോകണം. വസന്തത്തിൻ മണിച്ചപ്പ് തുറക്കുന്നു, വർത്തമാനകാലം പോയ ഗ്രീഷ്മം പാനം ചെയ്ത് ബാഷ്പധാരയോ ഇന്നെൻ്റെ ചുണ്ടത്ത് നറുതേനാ. രാവിലെ ഒന്നും പാടാൻ പറ്റില്ല കേട്ടോ. ഹാപ്പി ആണെന്നോ? ഹാപ്പി എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് ഡൗൺ ഫീൽ ചെയ്യും, ചില സമയത്ത് നല്ല ഫീൽ ചെയ്യും. സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഫോട്ടോസൊക്കെ എടുക്കും, വീഡിയോസൊക്കെ ഉണ്ടാക്കും,
പിന്നെ ആക്ടിങ് ഒക്കെ ചെയ്യും, ഡാൻസ് ചെയ്യും, അത്രയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സന്തോഷം ഒരു ജേർണി ആണല്ലോ, ഡെസ്റ്റിനേഷൻ അല്ലല്ലോ, ഒരു ജേർണിയാണ്. അത് കിട്ടണ എങ്ങനെയാണോ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തങ്ങ് പോവാ. ഒരു സിഗരറ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു, അതാണ് ബെസ്റ്റ്. യു ഓൺലി ലീവ് വൺസ്, ഡു ഇറ്റ് ഇൻ സ്റ്റൈൽ. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ നെക്സ്റ്റ് ലൈഫ് ഉണ്ടാവോ ഇല്ലെന്ന്. ഇതെല്ലാം ഒരു മിത്താണ്. സ്വർഗത്തിൽ പോകും മരിച്ചാലെന്നുള്ളതൊന്നുമില്ല. എന്ത് ചെയ്യാനുണ്ടെങ്കിലും ഡു ഇറ്റ് ഇൻ സ്റ്റൈൽ നൗ. നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് അത് ചെയ്യുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുക. രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞാൽ 2 അടിക്കുക, സന്തോഷമായിട്ട് വീട്ടിൽ വരിക, ഭക്ഷണം കഴിക്കുക. 4-4:30 മണിയാകുമ്പോൾ എണീക്കുക, ഇവിടെ വ്യായാമം ചെയ്യാൻ വരിക. ഇവിടെ ഞങ്ങൾ ഒരു 5 മണി തൊട്ട് 7 മണി വരെ ഇവിടെ ഉണ്ട്. 6:30 മണിക്ക് ഞങ്ങളുടെ നടപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കൂടിയിട്ട് അരമണിക്കൂർ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ചിരിച്ച് ഒരാൾക്കാരെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാളുകൊണ്ട് വെട്ടി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞു പോണത്. നമ്മളുടെ പുതിയ ഓരോരോ ഡെസ്റ്റിനേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു. പിന്നെ കാലത്ത് ഇവിടെ ഒന്ന് ഫ്രഷപ്പ് ആകുന്നു. ഒരു 15 ദിവസം കേരളത്തിലും ബാക്കി ദിവസം മലേഷ്യയിലും അടിച്ചു വിളിക്കുന്നു. അതെല്ലാം ടൈം ബീങ്. കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത പുതിയ പ്രശ്നം വരുന്നു, നമ്മൾ അതിനകത്തേക്ക് പോകുന്നു. ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അതിൻ്റെ അകത്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക. ഹാപ്പിനെസ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുക, അതുപോലെ മനുഷ്യസ്നേഹം, മൃഗസ്നേഹം, അങ്ങനെ എല്ലാം കൂടെ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ്സും നന്മയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹാപ്പിനെസ്. ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. അല്ല, വാട്ട് എവർ മേക്സ് യു ഹാപ്പി അത് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നതായിരിക്കും, ചിലപ്പോൾ ആളുടെ ഒപ്പം കറങ്ങാൻ പോകുന്നതായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകുന്നതായിരിക്കും. ടെൻഷനൊന്നും ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുക, അത്രേ ഉള്ളൂ. സ്ട്രെസ് വരുമ്പോൾ എന്താ ചെയ്യാറ്? സ്ട്രെസ് വരുമ്പോൾ കുറച്ച് നേരം മാറിയിരിക്കും, റിലാക്സ് ചെയ്യും, സ്ട്രെസ് അങ്ങ് ഒഴിവായി പോട്ടെ എന്ന് വിചാരിക്കും. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യും. ബോയ്സ് എപ്പോഴും പറയുന്ന കാര്യം അവർ കുറച്ച് മാറി ഇരുന്ന റിലാക്സ്ഡ് ആവുന്നുള്ളത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അതെ, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. നമുക്ക് കുറച്ച് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അത് കുറച്ചും കൂടെ വേഴ്സ് ആവുള്ളൂ. എല്ലാവരും പൊതുവേ ഞാൻ അങ്ങനെയാണ്, കുറച്ച് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യും. ഹാപ്പിനെസ് തോന്നിയത് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് നമ്മുടെ പേരൻസ് ഹാപ്പി ആവുക, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഹാപ്പി ആവുക, അത് കാണുമ്പോഴത്തേക്കും നമുക്കുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റിട്ടയർഡ് പെൻഷനറാണ്. അതിനുശേഷം ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ആണ് എൻ്റെ ഇപ്പോഴത്തെ ഹാപ്പി. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? സ്ഥലപ്പെട്ട ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിറ്റി എന്ന് പറയുന്നത് ചണ്ഡീഗറാണ്. ഇടവേളകളിൽ അവർ യാത്ര ചെയ്യട്ടെ. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അറിവുകളും ഉണ്ടാവും, അതേപോലെ അവർക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാവും. അതുകൊണ്ടിട്ട് അവർ ഇടവേളകളിൽ യാത്ര ചെയ്യട്ടെ, അതാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയ ഒരു നിമിഷം അതേതാ? ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടായപ്പോഴാണ്. ഹാപ്പിനെസ് എക്സസൈസ് നല്ല ഹാപ്പിനെസ്സാണ്. ഓട്ടം, വ്യായാമം. അത് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ലല്ലോ. ചില സമയങ്ങളിൽ ഹാപ്പി ആയിരിക്കും, ചില സമയങ്ങളിൽ ബാഡ് ലുക്ക് ആയിരിക്കും. ഈ ബാഡ് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്താ ചെയ്യുക അതിൽ നിന്ന് പുറത്തുവരാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും അത്രയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. മൂഡ് ഓഫ് ആവാറേ ഉള്ളൂ. അതുണ്ട്, അത് തന്നെ മാറും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള തന്നെ സന്തോഷമാണത്. ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെയാണ് ഹാപ്പിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക? ഉള്ളതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക. ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അധികം അമിതമായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതിലാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയ മൂമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്തതാണ്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായത്. കാരണം 3 ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഒഴിഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നത്. ലൈഫിൽ ഹാപ്പിയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, ആവറേജ്.
വിഷമം വരുമ്പോൾ എന്താ ചെയ്യാറ്? വിഷമിക്കും. അങ്ങനെയല്ല, വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എന്താ ചെയ്യാറ്? പക്ഷെ അതിന് അല്ല, അങ്ങനെ മറ്റുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഈ വിഷമം പതുക്കെ പുറകോട്ട് പോകും. എന്താണ് എന്നാലും ഇതേപോലെ നടപ്പ്, പിന്നെ സിനിമ ഇടക്ക് ശരിക്കും സമയം കിട്ടാറില്ല വിഷമിക്കാൻ. എന്താ മനസ്സിന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം? അലട്ടുന്ന പിള്ളേരുടെ കാര്യം, അവരുടെ വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ. 90% ഹാപ്പിയാണ്. നമ്മൾ എന്താണോ കിട്ടുന്നത് അതിനാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് ഒരിക്കലും വരില്ല. ഇപ്പം നമ്മളിന്ന് ജോഗിങ്ങിന് വരുന്നു, അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, അങ്ങനെയാണ് ഹാപ്പിനെസ് വരുന്നത്. ഹാപ്പിനെസ് ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ ഹാപ്പിനെസ് തേടി പോകണം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക. ഞാനിപ്പോൾ ലോൺലി ലൈഫാണ്, വൈഫ് മരിച്ചുപോയി. അപ്പോൾ ഇവിടെ എൻ്റെ ഒത്തിരി വാക്മേറ്റ്സ് എന്നുള്ള ഗ്രൂപ്പുണ്ട്, റിതം എന്നുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉൾപ്പെട്ട വൈകുന്നേരം ഞങ്ങൾ പാടുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ എല്ലാ ഇതിലും ഞാൻ സജീവമായിട്ട് പാടാൻ വരുന്നുണ്ട്. അവരാണ് എനിക്കൊരു പ്രചോദനം. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തുക്കളാണ്. എനിക്ക് ഒറ്റപ്പെട്ട ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ലോൺലി ലൈഫ് അറിയുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഐ ആം ഹാവിങ് 76, റണ്ണിങ് 77. അപ്പോൾ ഇനിയുള്ള ലൈഫ് സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി ഹാപ്പിയായിട്ട് ജീവിക്കണം. പിള്ളേരുടെ എല്ലാം നമുക്ക് സംരക്ഷണമുണ്ട്. മകനും മരുമക്കളൊക്കെ എല്ലാം ഹാപ്പിയാണ്. അവരുടെ സംരക്ഷണം കിട്ടണമല്ലോ ഏറ്റവും വലുത്. അച്ഛനും അമ്മയൊക്കെ നോക്കുന്നത്. അപ്പോൾ അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അവരെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാണ്ട് പോകണമെന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മകൾക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതാണ് ഏറ്റവും വലിയ എനിക്ക് സന്തോഷം. അത് സുഖമില്ലായിരുന്നായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുട്ടി ഉണ്ടായി. അത് എനിക്ക് വളരെ ഹാപ്പി ഉണ്ടായിക്കൊരു ദിവസമാണ്. പാട്ടുണ്ടോ? സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. എന്താണ് ഹാപ്പിനെസ്? ഈ ചോദ്യമായിരുന്നു നമ്മളെല്ലാവരോടും ചോദിച്ചത്. എല്ലാവരും ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അവരവരുടേതായ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഹാപ്പിനെസ് എന്താണ്, പ്ലഷർ എന്താണ് എന്നുള്ള ചർച്ചകളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ സംഭവിക്കാം. പക്ഷേ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ഇന്നത്തെ ഈ വോക്സ് പോപ്പിലൂടെ നമുക്ക് മനസ്സിലായത്.